മന്ത്രിസഭയും മുഴുവനും ആർഭാടങ്ങള് ധൂർത്ത് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിന് കേൾക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഭരണം നാറി ഭരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനത്തെ ഒരു ഭരണം എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞാൽ ഒരു സാധനം തരണ്ടേ. പിണറായിയുടെ ഭരണം നല്ല സൂപ്പർ ഭരണമാണ്. ജനങ്ങൾക്ക് അടുത്ത് എന്ത് ദ്രോഹം ഉണ്ടാക്കണമെന്ന് പിണറായി സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം ദുരിതത്തിൽ അത്രയുള്ളൂ. ജനങ്ങൾ വട്ടന്മാരാവില്ല. എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റോളും. പിണറായി വിജയന്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ഭരണം നമ്മൾ കാഴ്ചവെച്ചിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. പിന്നെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരു വെയിലത്ത് നിർത്തല്, നവകേരള സദസ്സിൽ കൊണ്ടുപോയിട്ട് ഇതാക്കല്, തൊഴിലുറപ്പരെ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെട്ടല്, ഇതെല്ലാം അവരെ പണി. അത് തൂത്തടിക്കാൻ വേണ്ടി വെച്ചതല്ലേ ഇത്. ഇത്രയും പണം പിന്നെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത് ഇയാള് 1 കോടിയുടെ ബസ് ഇതെല്ലാം കൊണ്ടുവന്നാൽ പിന്നെ എങ്ങനെ അത് കക്കൂസും എല്ലാം ഇല്ല ബസ്. പിന്നെ റോഡ് അത് ഒരു വ്യക്തിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇല്ലത്. ഇങ്ങനത്തെ അവസ്ഥയിൽ അത് കേരളത്തിൽ ഇല്ലത്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് തന്നെ. പിന്നെ കറണ്ട് ബില്ല് പിന്നെ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല, പിന്നെ കെട്ടിട നികുതി കൂട്ടുന്നു. ഇതെല്ലാം ഇങ്ങനത്തെ എല്ലാ അവസ്ഥയിൽ നമ്മൾ ജീവിച്ചു പോകുന്നത്. പണിയെടുത്താൽ ഇല്ല, ഇനി വരികയെ വേണ്ട, വരണമെന്നില്ല. ഇങ്ങനത്തെ ഒരു ഭരണം നാറി ഭരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനത്തെ ഒരു ഭരണം എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞാൽ ഒരു സാധനം തരണ്ടേ. സപ്ലൈക്കോയിൽ എന്തെങ്കിലും ഉണ്ടോ? അരി ഉണ്ടാ, ബാറുണ്ടാ, പയറുണ്ടാ, എന്തെങ്കിലും ഉണ്ടോ സപ്ലൈക്കോയിൽ? അതും ഇല്ല. റേഷൻ കടയിലുണ്ടാ പൂക്ക പിടിച്ച അരി, അതല്ലേ തരുന്നത്. നമുക്ക് ക്ഷേമ പെൻഷൻ 11 മാസമായി കിട്ടാതെ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടുണ്ടായതാണ്. പിന്നെ നവകേരള സദസ് എന്നെല്ലാം പറഞ്ഞ് കുറെ ദൂർത്ത് ആ പൈസ ഉണ്ടെങ്കിൽ കുറെ ആക്കെങ്കിലും പെൻഷൻ കൊടുക്കുക. വളരെ അഴിമതി നിറഞ്ഞ ഒരു ഭരണമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്രയും ജനങ്ങളെ അവർ കൂട്ടുന്നതിൻ്റെ, നവകേരള സദസ്സിലും മറ്റിലും പിന്നെ ആൾക്കാരെ കൂട്ടുന്നതിൻ്റെ പ്രധാന കാരണം തൊഴിലുറപ്പുകാരെയും കുടുംബശ്രീക്കാരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ആൾക്കാരെ കൂട്ടുന്നത്. പിടിപ്പുകേട് മറച്ചു പിടിക്കുന്നതിനും ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിനും വേണ്ടിയുള്ള ഒരു പുതിയ അടവ് നയമാണ് പിണറായി സർക്കാരിന്റെ നവകേരള സദസ്സ്. എല്ലാ തരത്തിലും ജനങ്ങൾ പൊറുതിമുട്ടുന്ന, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളെ, ഇടത്തരക്കാരെയൊക്കെ അവരെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സമയത്ത് ആളുകളിൽ നിന്നും പാവപ്പെട്ട സ്ത്രീ ജനങ്ങളെ ശ്രദ്ധ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് കൊട്ടിഘോഷിച്ച് സ്കൂൾ കുട്ടികളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കുടുംബശ്രീ പ്രവർത്തകരെയും ആശാ വർക്കേഴ്സിനെയും വിവിധ നാനാതുറകളിലുള്ള ആൾക്കാരെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് തലങ്ങളിൽ നിർബന്ധിത മീറ്റിങ്ങുകൾ നടത്തി, നിർബന്ധിത പിരിവുകൾ നടത്തി ഈ തരത്തിലൊരു സംവിധാനം ഈ ഗവൺമെന്റിന്റെ പിടിപ്പുകേട് മറച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളത് എല്ലാ സാധാരണക്കാരായ ജനങ്ങളെയും പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങൾക്ക് അടുത്ത് എന്ത് ദ്രോഹം ഉണ്ടാക്കണമെന്ന് പിണറായി സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ നവകേരള സദസ്സ് നടത്തിയ സമയത്ത് ഈ കേരളത്തിൽ എത്രയോ കോടി രൂപകൾ കൊടുക്കാനുണ്ട്. പെൻഷൻ 4 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് കഞ്ഞിയുടെ അതിന് ഒരുപാട് പൈസ പെൻഡിങ് കൊടുക്കാനുണ്ട്. റേഷൻ കടയിലെ കാര്യങ്ങൾ, സപ്ലൈകോയിലെ കാര്യങ്ങൾ എല്ലാം പെൻഡിങ്. കുടുംബശ്രീക്കാർ ഇങ്ങേറ്റം ഈ കുടുംബശ്രീ വരെ കുടുംബശ്രീയുടെ ഊണിന് 30 രൂപയായിരുന്നു. അത് ഗവൺമെന്റ് 10 രൂപയും കൂടെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് 20 രൂപയാക്കി. അവരാണ് 27 കോടി എങ്ങാണ്ട് മുടങ്ങിക്കിടക്കുക. ഈ നവകേരള സദസ്സ് നടത്തിയ സമയത്ത് ഈ കൊടുക്കാനുള്ള ആൾക്കാർക്ക് ഈ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞായിരുന്നെങ്കിൽ എന്തുമാത്രം ഉപകാരമായിരുന്നു. അപ്പൊ ഇങ്ങനെ നടത്തുന്ന വെച്ചാൽ പിണറായി സർക്കാർ ഇനി അടുത്തൊരു ഭരണത്തിൽ വരുമെന്നാണ് അവർ പറയുന്നത്. ചുമ്മാതാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജനങ്ങൾക്ക് 4.5 വർഷം ഒരു ആനുകൂല്യങ്ങളും കൊടുത്തില്ല. 4.5 വർഷം ജനങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തിട്ട് അവരിറങ്ങുന്നതിന് 6 മാസം മുൻപ് ഇവർ വാരിക്കോരി വിതരണം ചെയ്യും എല്ലാ ആനുകൂല്യങ്ങളും. അപ്പൊ ഈ ജനങ്ങൾ ഇത് മൊത്തം ഈ 4.5 വർഷത്തെ കാര്യങ്ങളെല്ലാം അവരങ്ങ് മറക്കും. 6 മാസം കൊണ്ട് അവരങ്ങ് സംതൃപ്തയാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ LDFന് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ LDFന് തന്നെ വോട്ട് കൊടുക്കും. പിന്നെ ഇലക്ഷന് അവർ തന്നെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. ഇനിയും അവർക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ആകെ വില കൂടുതൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ജീവിതം ദുരിതത്തിൽ അത്രയുള്ളൂ. ജനങ്ങൾ വട്ടന്മാരാവില്ല. അവരെന്താ അതേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പിണറായി ഭരണമേ വളരെ ദയനീയാവസ്ഥയിലാണ് പോണത്. ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും, പെൻഷൻ കൊടുത്തിട്ടില്ല സാഹചര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം. വളരെ ബുദ്ധിമുട്ട് തന്നെ. നമ്മള് ഈ പാവപ്പെട്ട ജനങ്ങള് ഇത്രയും മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. അപ്പോൾ ഈ ഭരണപക്ഷത്തിൽ ഇരിക്കുന്നവര് ശരിക്കും ആരവരൊക്കെ കയറ്റിവിട്ടത്? നമ്മൾ ഓരോരുത്തരും അല്ലേ? അപ്പൊ അവര് ആദ്യം പ്രവർത്തിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ?
അവരെ കയറ്റിവിട്ടാൽ ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അല്ലേ? അങ്ങനെ ഒരു ഇതല്ലല്ലോ ഈ നവകേരളം പറഞ്ഞ വെറുതെ ഒരു ടൈറ്റിൽ ഉണ്ടായതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് അവർ സന്നദ്ധരാവണം. അല്ലാത്തടത്തോളം കാലം ഒരു ഭരണത്തെയും നമുക്ക് നല്ലൊരു രീതിയിൽ നല്ലൊരു വാക്ക് പറയാൻ സാധിക്കില്ല. ഏത് ഭരണകൂടം വന്നാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയായിരിക്കണം അവർക്ക് ഉണ്ടാവുക. അത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് കാണാൻ പറ്റുന്നില്ല. അത്രയേ ഉള്ളൂ. ജനങ്ങൾ ഇവിടെ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുക. അപ്പോൾ ഈ നവകേരളം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അനാവശ്യ ഒരു ഇതായിട്ടല്ലേ തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ കറണ്ട് ബില്ല്, വെള്ളക്കരം, വീട്ടുകാരം ഇതെല്ലാം കൂട്ടി ഇപ്പോൾ സാധാരണക്കാരന് ജീവിക്കാനുള്ള സപ്ലൈകോ വഴിയുള്ള സാധനങ്ങളുടെ വില വർധന അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായി ജനങ്ങൾക്ക്. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഇത് ആവശ്യമില്ലാത്ത ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഇതൊക്കെ ഇനിയും അധികാരത്തിലെത്തത്തില്ല ഉറപ്പാണ്. വന്നാലേ ഇപ്പം ഈ രണ്ടാമത് കയറിയപ്പോൾ തന്നെ ഇത്ര ഒരവസ്ഥ കണ്ടില്ലേ? നമ്മുടെ ഈ നാടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? മൂന്നാമതോടെ കയറിയാൽ പിന്നെ ജനങ്ങളുടെ കാര്യം പറയണ്ട. സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ഈ സപ്ലൈകോയിലെ സാധനങ്ങളില്ല, നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കൂട്ടിയിട്ട് അവരുടെ എല്ലാം പൈസ ഇങ്ങനെ ഓരോ നികുതിയിലൂടെയും പിന്നെ കറണ്ട് ചാർജ് അങ്ങനെയൊക്കെ ഉള്ളതിലൂടെ വർദ്ധിപ്പിച്ച് പിന്നെ പൈസ ആവശ്യത്തിൽ കൂടുതൽ ചിലവാക്കി അവർ സുഖിക്കുന്ന ഒരു പരിപാടിയാണ് നവകേരളം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിണറായിയെ കുറിച്ച് പറയാനാണെങ്കിൽ അതും ഇതേപോലെ തന്നെ നല്ല സൂപ്പർ ഭരണമാണ്. പക്ഷെ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞത് അവർ തീർത്തും ഈ 10 വർഷം കൊണ്ട് മൊത്തത്തിൽ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി അവർ കയറാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ധാരണയിലായിരിക്കും അവർ ഇപ്പം മൊത്തത്തിലൊന്ന് ഇതാക്കിക്കൊണ്ട് അവരിപ്പോൾ സുഖിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കറങ്ങുന്ന കസേരയും കക്കൂസോട് കൂടിയ ബസ്സിനകത്തും നിരപരാധികൾക്ക് പെൻഷൻ പോലും കൊടുക്കാതെ ഇപ്പോൾ കറങ്ങാൻ ഇറങ്ങിയിരിക്കുന്നത് ഇനി കയറാൻ പറ്റത്തില്ലെന്നുണ്ടാ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിണറായിയുടെ ഭരണം നല്ല സൂപ്പർ ഭരണമാണ്. കുടുംബശ്രീക്കാരെയും പിന്നെ MGNRG തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഇത് സർക്കാരിന്റെ പരിപാടിയാണ്, നിങ്ങൾ ഇതിൽ പങ്കെടുത്തേ പറ്റൂ എന്നും പറഞ്ഞ് അവരെ വിലാക്കാര്യമായി ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. സപ്ലൈകോയില് സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ആകെ സബ്സിഡി ആയിട്ട് സാധനം 2 സാധനമേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമാണ്. നവകേരള സദസ്സ് അവര് കുറെ ദൂർത്തടിക്കണോ കാശെന്നല്ലാണ്ട് സാധാരണ ജനങ്ങൾക്കൊന്നും അതുകൊണ്ട് ഒരു ഗുണമില്ലല്ലോ. ഒരു ഗുണമില്ല. കാരണം ജനങ്ങളുടെ പണങ്ങൾ വാങ്ങിക്കുക, അവര് ദൂർത്തടിക്കുക, അത്രയേ ഉള്ളൂ ഈ ഭരണം കൊണ്ടുള്ളത്. പരാതി കേട്ടിട്ട് അപ്പൊ തന്നെ തീർപ്പാക്കുന്നില്ലല്ലോ. പരാതി വാങ്ങി കൈവച്ചിട്ട് അത് ഇനി ഞങ്ങൾ തീർപ്പാക്കാന്ന് പറഞ്ഞ് പോകുമല്ലേ. അല്ലാതെ അപ്പോഴേക്കപ്പോഴേ പിണറായി നമുക്കൊരു എന്താ പറയുക ഒരു പരാതി തന്നു അപ്പോഴേക്കപ്പോഴേ തീർപ്പാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്നില്ലല്ലോ. ഇതെല്ലാം വാങ്ങിയൊക്കെ ഒന്ന് കയറ്റിയൊക്കെ എന്താ പറയാ എല്ലാം ഒരു ഫയൽ പോലെ ആക്കി വെക്കുന്നുണ്ട്. വളരെ ഗതികെട്ട് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഭരണത്തിൽ നിന്നൊന്ന് മോചനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല എല്ലാവരും. കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും എല്ലാവരും പ്രതികരണം നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇതന്നെ അവസ്ഥ. കേരള സദസ്സ് അത് ദൂർത്തല്ലേ? നവകേരള സദസ്സിന് ദൂർത്തല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ദൂർത്ത് അത്രേ പറയാനുള്ളൂ. ഇത്രയും പിന്നെ ജനങ്ങള് വലയുന്ന ഈ സമയത്ത് അദ്ദേഹം നടത്തിയ ഈ പിന്നെ കേരള സദസ്സ് അതൊരു വളരെ ദൂർത്തന്നെ. ഞാൻ എന്നെക്കാളും വലുതൊന്നും ഇല്ല, മന്ത്രിയാണെങ്കിലും ഭരിക്കുന്നു കാണുന്നു. ആദ്യത്തെ മന്ത്രി ഒന്നല്ലല്ലോ, ഒരുപാട് ഭരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത് വളരെ ബോറായിപ്പോയി. പിണറായി സർക്കാരിന്റെ 2ാം ഭരണത്തെ കുറിച്ച് പറയാൻ നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് നമുക്ക് തന്നെ അറിയാം, മനുഷ്യനോട് വിശന്നിരിക്കുന്ന സമയത്തും എന്താ പറയാ മന്ത്രിസഭയും മുഴുവനും ആർഭാടങ്ങള് ദൂർത്ത് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് കേൾക്കുന്നത് നിരന്തരമായിട്ട്. പിന്നെ എന്തും ചെയ്യാം എന്നുള്ള ഒരു കമ്പോളം എന്താ പറയാ അങ്ങനെ ആയിട്ടുണ്ടെങ്കിലും പിണറായി സർക്കാരിന്റെ ഈ ഒരു 2ാം തവണയുള്ള ഒരു ഭരണം സോ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഞങ്ങളൊന്നും. തീർച്ചയായിട്ടും വീണ്ടും ഒരു മാറ്റം വരും എന്നുള്ള പ്രതീക്ഷ തന്നെ നമ്മളെല്ലാവരും നിൽക്കുന്നതും എന്താ പറയുക വലിയൊരു ജനസമൂഹത്തിന്റെ ഒരു പ്രാർത്ഥന ഉണ്ടാവും അങ്ങനെ എന്ത് കാര്യം കേട്ടാലും. തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും പേടിയാണ്. നമ്മളൊക്കെ ഈ ഒരു പ്രായം സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് രാത്രി 8 മണിക്ക് 9 മണിക്ക് വരെ ഒറ്റയ്ക്ക് പുറത്തു വിടാം. പക്ഷെ ഇന്നത്തെ കാലത്ത് തന്നെ ഒരു നേരം നമ്മൾ കണ്ണിന്റെ മുന്നിലില്ലെങ്കിൽ പോലും നമുക്ക് പുറത്തു വിടാൻ പേടിയാണ്. നമ്മൾ വീട്ടിൽ പോലും സേഫ് അല്ല എന്നുള്ള ഒരു ഒപ്പീനിയനാണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് എടുത്തു പോയിട്ടുള്ള ഒരു കേസ് നമ്മൾ കണ്ടു. അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് വെക്കാൻ പറ്റാന്നുള്ള ഒരു ഇതാണ്. സോ തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് ഒരു രാജ്യത്തിന്റെ ബാക്കി എന്ത് റിസോഴ്സും എന്താണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. മനുഷ്യർക്ക് എന്തും ജോലി ഇല്ലാത്തതും എല്ലാം നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഒരു രാജ്യത്തിലെ ജനങ്ങൾ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അവിടുത്തെ സർക്കാരിന്റെ തന്നെ ഒരു കാര്യമാണ്. അതിന് സർക്കാർ തന്നെ വിചാരിക്കണം ആ രാജ്യങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദം. സോ ദേ ഹാവ് ടു ഫൈൻഡ് ദ വേ, ദേ ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. ജനങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം വിവരം കാര്യങ്ങളൊക്കെ വെച്ചതുകൊണ്ട് ജനങ്ങളും 2 തലക്കും തിരിച്ചു ചിന്തിക്കാനൊക്കെ തുടങ്ങിയില്ലേ.